ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനൂസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വീശിയൊന്നും അടിക്കാതെ നമ്മൾ സ്ത്രീകൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊറോട്ടയുടെ റെസിപ്പിയാണ്. പൊറോട്ട ഇഷ്ടപ്പെടാത്തവരാരല്ലേ നമ്മുടെ നാട്ടിലുള്ളത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡാണ് പൊറോട്ട എന്ന് പറയുന്നത്. എനിക്കെന്നല്ല, നമ്മുടെ കേരളത്തിൽ മിക്കവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ സാധാരണ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നല്ല എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 2 ഗ്ലാസ് മൈദ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് വിതറി കൊടുക്കാനൊക്കെ ആയിട്ടാണ്. നമുക്കിനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു വളരെ കുറച്ച് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട 1 2 ഉപയോഗിക്കാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് എടുക്കാവുന്നതാണ്. പിന്നെ അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലില്ല, ആ രീതിയിൽ വേണം ഇതിന് കുഴച്ചെടുക്കാൻ. നമ്മുടെ ചപ്പാത്തിയുടെ അത്രയും കട്ടിയാവരുത്. നമുക്ക് അങ്ങനെ ആയതിനു ശേഷം നമുക്ക് കുറച്ചും മാവ് നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടിട്ട് നമുക്ക് ആ മാവ് ഒന്നെടുത്ത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ കുഴയ്ക്കുന്നതിലാണ് നമ്മുടെ പൊറോട്ടയുടെ മെയിൻ പരിപാടി ഇരിക്കുന്നത്. എത്രത്തോളം നന്നായിട്ട് നമ്മളിത് ഇടിച്ച് കുഴച്ചെടുക്കുന്നു അത്രത്തോളം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് വരും നമ്മുടെ പൊറോട്ട. ഞാൻ ഇപ്പം നല്ല രീതിയിൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം നമുക്ക് നന്നായിട്ടിത് ഇങ്ങനെ വലിച്ച് കുഴച്ച് കൊടുക്കണം. ഇതിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി ഇരിക്കുന്നത്. ഇങ്ങനെ കുഴച്ച് വരും. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അത് കിട്ടുന്നവരെ നമുക്കിങ്ങനെ കുഴച്ച് കൊടുക്കാം. അതാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ മാവ്. ഇപ്പം നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഞാൻ. നെയ്യും എണ്ണയും ഒരേ അളവിലെടുത്തിട്ട് അത് മിക്സ് ആക്കിയിട്ട് അത് നമ്മുടെ മാവിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് നമുക്ക് ഈ മാവിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നനഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് നനവല്ല, ഒന്ന് ചെറിയൊരു നനവുണ്ടാവണം. എന്നാൽ വെള്ളം ഒട്ടും നമുക്ക് നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് ഉള്ള ഒരു നനവില്ലേ, ആ ഒരു നനവിൽ നമുക്ക് മാവിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റിന് വെക്കണം. 1 മണിക്കൂറിന് ശേഷം അതെടുത്തിട്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ മാവൊക്കെ. നന്നായിട്ട് ഇച്ചിരി ഒന്ന് പൊങ്ങിയൊക്കെ വരും. എന്നിട്ട് നമ്മൾ അതൊന്നും എടുത്തിട്ട് പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ മിക്സിങ്ങിലും ഈ റെസ്റ്റ് ചെയ്യുന്ന ടൈമിലും ഒക്കെയാണ് നമ്മുടെ പൊറോട്ടയുടെ ആ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ ഇരിക്കുന്നത്. എത്രത്തോളം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നോ, എത്രത്തോളം നന്നായിട്ട് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ 2ആക്കിയതിനകത്തുനിന്ന് ഓരോന്നിനും നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് ബോളുകൾ തയ്യാറാക്കിയെടുക്കുക. അത് നമ്മൾ ഈ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും നടുക്കായിട്ട് വെച്ചതിന് ശേഷം അത് നമുക്കിങ്ങനെ ഉരുട്ടി ബോളുകളാക്കി എടുക്കാം. നമുക്ക് എന്തോരം വലിപ്പമുള്ള പൊറോട്ടയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ബോളുകൾ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ബോളിൽ നിന്ന് 2 പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ ആയിട്ടും വേണമെങ്കിൽ നമുക്ക് ഓരോരോ ഉണ്ടയായിട്ട് എടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഉണ്ടാക്കുന്ന രീതിയിൽ എടുക്കാം. നമ്മൾ അങ്ങനെ എല്ലാം ബോളാക്കി വെച്ചതിന് ശേഷം കുറച്ചുകൂടെ നെയ്യ് നമ്മൾ തടയി കൊടുത്തിട്ട് ആ നനഞ്ഞ തുണി കൊണ്ട് ഒന്നും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 20 മിനിറ്റും കൂടെ റെസ്റ്റിന് വെക്കണം. അതാകുമ്പം കുറച്ചുകൂടെ സോഫ്റ്റ് ആവും നമ്മുടെ പൊറോട്ട. നമുക്കിനി അത് 20 മിനിറ്റിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ നെയ്യ് കയ്യിലും കൗണ്ടർ ടോപ്പിലും തൂത്തതിന് ശേഷം കൈ കൊണ്ട് നമുക്ക് മാക്സിമം പരത്തി കൊടുക്കാൻ അത്രയും പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു കത്തി കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം. ഒരുപാട് വീതി കുറച്ചായിട്ട് വരയരുതും. അതാകുമ്പോൾ നമുക്ക് പൊറോട്ട ലെയറുകൾ കിട്ടുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് പെട്ടെന്ന് വിട്ടുപോരും, കീറി വരുന്ന രീതിയിലായിപ്പോവും. അത്യാവശ്യം വീതി ഉണ്ടാകും വേണം, എന്നാൽ ഒരുപാട് വീതി കൂടിപ്പോകാനും പാടില്ല. എന്നിട്ട് നമുക്ക് അത് 2 സൈഡിൽ നിന്നും കുറേശ്ശെ പതുക്കെ നടുക്കോട്ട് കൊണ്ടുവന്നിട്ട് ഒരു വലിയൊരു നന്നായിട്ടൊരു നീളത്തിലുള്ള ഒരു ഇതാക്കി എടുക്കണം. അതിനകത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് വലിച്ചും കൂടെ കൊടുക്കണം. അതാകുമ്പോൾ കുറച്ചും കൂടെ നീളത്തിൽ കിട്ടും. നമുക്ക് എന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് നല്ല റൗണ്ട് ഷേപ്പിലൊന്ന് ചുറ്റി കൊടുത്തിട്ട് ആ അവസാനം വരുന്ന കഷ്ണം നമ്മൾ ആ പൊറോട്ടയുടെ അടിവശത്താക്കി അടിയിലേക്ക് തിരികെ കൊടുക്കണം. അതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട ചിലപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വിട്ടുപോകാതിരിക്കാനാണ് നമ്മൾ ആ ഉള്ളിലേക്ക് ആക്കി തിരികെ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാം നന്നായിട്ട് പരത്തി റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കൈ കൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്തൊന്ന് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഒരുപാട് ബലം കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് നല്ല സോഫ്റ്റായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് പരന്ന് വന്നോളൂ. അത് അത്രത്തോളം നന്നായിട്ട് പരത്തി കൊടുക്കുക, അതിനനുസരിച്ച് പരത്തി കൊടുക്കാം. എന്നിട്ട് ഒരു കല്ല് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ പരത്തിയെടുത്തത് നമുക്ക് കല്ലിലേക്ക് ഇട്ട് കൊടുക്കണം. കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ പൊറോട്ട ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്
നമുക്ക് നന്നായിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിം മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ നന്നായിട്ട് വേഗില്ല അതിൻ്റെ ഉള്ളൊന്നും. വെറുതെ ജസ്റ്റ് ഒന്ന് കളർ മാറി മാത്രമേ വരത്തുള്ളൂ. മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ നന്നായിട്ട് കളർ മാറും. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ട് ഒരു 3-4 ആകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് അടിച്ചു കൊടുക്കണം. നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റിയ സമയമാണ്. അവരുടെ മുഖമൊക്കെ മനസ്സ് വിചാരിച്ച് നല്ല അടിയങ്ങ് വെച്ച് കൊടുത്താൽ മതി. നല്ല സൂപ്പറായിട്ട് നമ്മുടെ പൊറോട്ട റെഡി ആയിട്ട് വരും. നല്ല ലെയറുകളോടുകൂടി നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പൊറോട്ടയാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമൊക്കെ ആയതുകൊണ്ട് ആർക്കും പുറത്തൊന്നും സാഹചര്യമാണല്ലോ ഇപ്പോൾ. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.